കേരയിൽ സമരം കൊടുമ്പിരി കൊണ്ടുനിന്ന സമയത്ത് ആദ്യമായി മഞ്ഞക്കുറ്റി പറിച്ച കോട്ടയം മാടപ്പള്ളിയിലെ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് നമുക്കൊപ്പം ഉള്ളത്. അന്ന് നിങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. ഇപ്പോൾ എന്താ പറയാനുള്ളത്? ഇപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം അന്ന് കേരളത്തിലെ കേരയിൽ എന്ന പദ്ധതിക്ക് വേണ്ടി മഞ്ഞക്കുറ്റി ഇട്ട പ്രദേശമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം. ഈ സ്ഥലത്തു നിന്നാണ് ഞങ്ങളന്ന് ആദ്യമായിട്ട്, അതായത് മഞ്ഞക്കുറ്റി എടുക്കുന്നതിൻ്റെ തലേദിവസം ഇവിടെ അതിഭീകരമായ കേരളത്തിലെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ്റെ ഒത്താശയോടുകൂടി അന്നത്തെ DYSP ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ, പാവപ്പെട്ട വനിതകളെയും കുഞ്ഞുങ്ങളെയും അടക്കം തല്ലിച്ചതയ്ക്കുക ഉണ്ടായി. അതിൻ്റെ പിറ്റേ ദിവസം, അന്ന് മർദ്ദനമേറ്റവരാണ് ഞങ്ങൾ ഓരോരുത്തരും. അതിൻ്റെ പിറ്റേ ദിവസം ചങ്ങനാശ്ശേരി പട്ടണത്തിൽ ഹർത്താൽ, ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഹർത്താലായിരുന്നു. ആ ഹർത്താലിന് ശേഷം ഞങ്ങൾ അന്നും ഇവിടെ പോലീസ് തടിച്ചുകൂടി നിൽക്കുന്ന പോലീസിൻ്റെ മുൻപാകെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഇട്ട ആ മഞ്ഞക്കുറ്റി അന്ന് പിഴുത് എറിഞ്ഞ് ഞങ്ങൾ തോട്ടിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പം വർഷങ്ങൾക്ക് ശേഷം ആ കുറ്റി ഇന്ന് നിങ്ങൾ വീണ്ടും ഇപ്പോൾ ഇവിടെ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. എവിടെ നിന്നാണ് ഇപ്പോൾ കുറ്റി ഇപ്പോൾ കണ്ടെത്തിയത്? അന്ന് നമ്മൾ ഇവിടുത്തെ തൊട്ട് അടുത്ത വീട്ടിലൊരു പറമ്പിലാണ് കുറ്റി 3-4 കുറ്റി സ്ഥാപിച്ചത്. അന്ന് തന്നെ നമ്മൾ ഹർത്താൽ പ്രഖ്യാപിച്ച അന്നാണ്, VD സതീശൻ വരുന്ന അന്ന് തന്നെയാണ് നമ്മൾ ഈ ചെന്ന് ആ കുറ്റി നമ്മൾ അവിടുന്ന് പറിച്ച് നേരെ കണ്ടത്തിലേക്ക് എറിഞ്ഞത്. അത് കേരളത്തിൽ അന്ന് KPC പ്രസിഡൻ്റായിരുന്ന K. സുധാകരൻ അന്ന് കുറ്റികൾ വലിച്ചൂരുമെന്ന് ആഹ്വാനം ചെയ്തതിൻ്റെ മണിക്കൂറുകളിൽ തന്നെ യൂത്ത് കോൺഗ്രസ്, മാടപ്പള്ളിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ വന്ന് ഈ കുറ്റി പിടുത് കണ്ടത്തിലേക്ക് എറിഞ്ഞത്. ഇന്ന് VD സതീശൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ കേരയിൽ റദ്ദാക്കി എന്നുള്ളൊരു വാർത്ത വന്നതിൽ തന്നെ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇനി ഇതുപോലെയുള്ളൊരു ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് UDF സർക്കാർ ഒരിക്കലും മുന്നോട്ട് പോയില്ല എന്നുള്ളൊരു ഉറപ്പിൽ ഞങ്ങൾ അതിയായ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. നിങ്ങൾ ഈ മാടപ്പള്ളിയിലെ പൊതുപ്രവർത്തകരാണ്. മാടപ്പള്ളിയെ സംബന്ധിച്ച് ഏതാണ്ട് 400-ലധികം കുടുംബങ്ങളെയാണ് ഈ കേരയിൽ ബാധിക്കേണ്ടിയിരുന്നത്. അപ്പം വലിയൊരു സന്തോഷത്തിലാണ് ഈ നാട് തന്നെ. തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പം ഇതിനകത്ത് പറയാം, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് മാടപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനം LDF ആയിരുന്നു. ഇപ്പോൾ UDF ഒരു വൻ മെജോറിറ്റിയോട് 16 സീറ്റോടുകൂടി ഇന്ന് 20 വാർഡിൽ 22 വാർഡിൽ ജയിച്ചു വരാൻ കാരണം തന്നെ കേരളയിലാണ്. കാരണം ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം കേരളയിൽ വേണ്ട എന്ന തീരുമാനത്തിലാണ്. കാരണം പാവപ്പെട്ട വനിതകൾക്ക് അവരെ കെട്ടിച്ചു വിടാൻ വേണ്ടി ലോൺ ലഭിക്കുന്നില്ല, വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ ലഭിക്കുന്നില്ല, ബാങ്കുകളിൽ ചെല്ലുമ്പോൾ അവർ ഈ ഒരു പേപ്പറിൻ്റെ മുഖാന്തരം ലോൺ ലഭിക്കുന്നില്ല, സ്ഥലങ്ങൾ വിൽക്കുന്നില്ല. ഇതെല്ലാം നമ്മുടെ നാടിനെ ഒത്തിരി നാശത്തിലേക്ക് നയിക്കുകയായിരുന്നു. ഏതായാലും ഇന്നൊരു സന്തോഷ വാർത്ത കേരളത്തിനും ഈ പ്രദേശത്തിനും എല്ലാം ലഭിച്ചിരിക്കുകയാണ്. പുതിയ സർക്കാർ, VD സതീശൻ്റെ നേതൃത്വമുള്ള പുതിയ സർക്കാർ ആദ്യ പദ്ധതി എന്ന നിലയിൽ കേരളയിൽ ഉപേക്ഷിച്ചത് വലിയൊരു വിജയമായി തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് മാറ്റിയത്. കാരണം UDFൻ്റെ പ്രകടന പത്രികയിലെ ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമായിരുന്നു കേരളയിൽ പദ്ധതി ഉപേക്ഷിക്കുമെന്ന്. ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുമെന്ന് ജനങ്ങൾ പോലും ചിന്തിച്ച് കാണത്തില്ല. പക്ഷെ അതിനെല്ലാം മറികടന്നാണ് കേരളത്തിൻ്റെ ജനകീയ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അത് തീരുമാനമെടുത്തത്. അന്ന് ഈ കേരളയിൽ പ്രക്ഷോഭം ഉണ്ടായ സമയത്ത് ടോണിക്കെതിരെ ഒരുപാട് കേസുകൾ ഉണ്ടായിരുന്നു. നിലവിൽ ആ കേസുകളുടെയൊക്കെ ഒരു സ്റ്റാറ്റസ് എന്താണ്? കേസും മറ്റും കോടതിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. നമ്മൾ കേസ് വിളിക്കുന്നതനുസരിച്ച് നമ്മൾ കോടതിയിൽ ഹാജരാവുക ചെയ്യുന്നുണ്ട്. അന്നും എനിക്കും ശോഭിച്ചിനും ഒക്കെ ക്രൂരമായിട്ട് മർദ്ദനമേറ്റാണ്. അന്ന് DYSP ആയിരുന്ന ശ്രീകുമാർ നിരന്തരമായിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുകയും ഞങ്ങൾ 2-3 ദിവസം ഇവിടുന്ന് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായി. അതിനുശേഷം VD സതീശനും ഉമ്മൻചാണ്ടി സാറും ഒക്കെ ഇടപെട്ട് നിങ്ങൾക്ക് വേറൊരു പ്രശ്നമോ കാര്യങ്ങളോ നിങ്ങൾ ആരും അറസ്റ്റ് ചെയ്യത്തില്ല എന്നുള്ള ഉറപ്പ് നൽകിയതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഈ 3 ദിവസത്തിന് ശേഷം ഞങ്ങൾ തിരികെ മാടപ്പള്ളിയിലേക്ക് വരികയുണ്ടായത്. എന്നാൽ ആ കേസുകളൊക്കെ പിൻവലിക്കുന്ന ഒരു പ്രതീക്ഷയിലാണ്. അല്ല, സർക്കാർ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളയിൽ പദ്ധതി ഉപേക്ഷിക്കും, കേരളവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അതൊരു സന്തോഷമുണ്ട്. കാരണം ഞങ്ങളെല്ലാം പൊതുപ്രവർത്തകരാണെന്ന് പറഞ്ഞാലും കേസ് ഒരു പേടിയല്ല. എന്നിരുന്നാലും നമ്മുടെ പേരിൽ ദിനം പ്രതി കേസുകൾ വരുന്നു. പക്ഷേ കേരളയിലെ കേസ് ഒരിക്കലും മാറത്തില്ല, സർക്കാർ കേസായതുകൊണ്ട് മാറത്തില്ലായിരുന്നു. ഞങ്ങളെല്ലാം ഇങ്ങനെ ജാമ്യം എടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായാലും ഞങ്ങൾക്കെല്ലാം സന്തോഷമുണ്ട്. കേസുകൾ പോലും ഞങ്ങളുടെ കേസിനേക്കാൾ ഉപരി പാവപ്പെട്ട സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, വിദേശത്ത് പോകാൻ പറ്റാത്ത ഒത്തിരി കുട്ടികൾ ഈ സമരമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അവരെല്ലാം ചെറുപ്പക്കാർ, അവരെല്ലാം ഇനിയും കേസുകൾ സർക്കാർ എഴുതിത്തള്ളുന്ന മുറയ്ക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും ആ കേരളയിൽ സമരം അത് ഏറ്റവും രൂക്ഷമായി നിന്ന സമയത്ത് കേരളത്തിൽ ആദ്യമായി സർക്കാരിട്ട മഞ്ഞക്കുറ്റികൾ പറിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് നമുക്കൊപ്പം ഉള്ളത്. വർഷങ്ങൾക്കിപ്പുറം പുതിയൊരു സർക്കാർ വരുന്നു. ആ സർക്കാർ അധികാരത്തിലേറി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പദ്ധതി തന്നെ റദ്ദാക്കിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അന്ന് ഇവർ പിഴുതെറിഞ്ഞ ആ മഞ്ഞക്കുറ്റികൾ അത് തോട്ടിൽ നിന്ന് വീണ്ടും കണ്ടെത്തുകയും ഇപ്പോൾ ഈ സമരപന്തലിന് തൊട്ട് സമീപത്തായി അത് ഇവർ കുഴിച്ചു മൂടുകയും ചെയ്തിരിക്കുകയാണ്. എന്നേക്കുമായ പദ്ധതി അവസാനിച്ചതിൻ്റെ വലിയ സന്തോഷത്തിലാണ് മാടപ്പള്ളി നിവാസികൾ. കോട്ടയത്ത് നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.
കേരളത്തിൽ വേണ്ടേ പിണറായി വിജയൻ തുറയട്ടെ മുഖ്യമന്ത്രി